പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 20-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് ദുഃഖകരമായ രഹസ്യം, അതിന്റെ 5-ാം ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ദിവസം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരോടും പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയമുള്ള മക്കളെ, ഈശോയുടെ കുരിശിലെ മരണത്തിലൂടെ നിങ്ങൾക്ക് കൈവന്ന ആ രക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം. അവിടുന്ന് നമുക്ക് പാപത്തിൽ നിന്നും അവർക്ക് മോചനം തന്നു. അവിടുന്ന് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി. മരണം മരിച്ച ദിനമാണ്. കാരണം പാപത്തിലൂടെ നമ്മുടെ മേൽ വന്നു ചേർന്ന മരണത്തിന്റെ ആധിപത്യം, നമ്മുടെ മേൽ വന്നു ചേർന്ന ശാപത്തിന്റെ, അതുപോലെ തന്നെ സാത്താന്റെ എല്ലാ കടങ്ങളും ഈശോ എടുത്തു മാറ്റി. നമ്മുടെ ജീവിതത്തില് നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്ന ദിനമാണ്. ഈ ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായ ഈശോ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹ അവിടെ നമുക്ക് വേണ്ടി മോചന ദ്രവ്യമായിട്ട് മാറി. ഏതൻ തോട്ടത്തിൽ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദി മാതാപിതാക്കന്മാര്, ആ ആദി മാതാപിതാക്കന്മാരിലൂടെ നമ്മളിലേക്ക് വന്നു ചേർന്ന ആ തിന്മയുടെ, പിശാചിന്റെ ആധിപത്യങ്ങളെയും അവകാശങ്ങളെയും ഈശോ കുരിശിൽ പൂർണ്ണമായും അവിടുന്ന് ഇല്ലാതാക്കി. അതിലൂടെ നമ്മളിലേക്ക് വന്നു ചേർന്ന പാപത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും കടങ്ങളുടെയും സാത്താന്റെയും എല്ലാ അവകാശങ്ങളെയും അവിടുന്ന് പൂർണ്ണമായും എടുത്തു മാറ്റി. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. നിയമത്തിന് അധീനരായി അവിടുന്ന് നിയമം മൂലം നമ്മളിലേക്ക് വന്നു ചേർന്ന ആ ശാപത്തെയും മരണത്തെയും ഒക്കെ അവിടുന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ഈശോ അവസാനം പറയുന്നുണ്ട്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിന്നെ പിതാവ് തന്നെ പരമേൽപ്പിച്ച ആ വലിയ ദൗത്യം, ദൈവത്തിന്റെ മക്കൾക്ക് രക്ഷ കൊടുക്കാൻ, ദൈവപിതാവുമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ബന്ധിപ്പിക്കാൻ, നമ്മളെ ഓരോരുത്തരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി, അനുരഞ്ജിപ്പിക്കാൻ വേണ്ടി ഈശോ ഏറ്റെടുത്ത ദൗത്യം അവിടുന്ന് ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കുകയാണ്. ഈ ദിവസം നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. രക്ഷ ലഭിച്ച ദിവസം, നമ്മുടെ ശിരസുകൾ ഉയർന്ന ദിവസം. പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, പ്രിയ മക്കളെ, എന്റെ പുത്രന്റെ കുരിശിലേക്ക് നിങ്ങൾ നോക്കുക. അവിടുന്ന് മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടുന്ന് നിങ്ങൾക്ക് രക്ഷ തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പിശാചിന്റെ ആധിപത്യത്തിൽ നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളൊക്കെ അവൻ ഏറ്റെടുത്തു നിങ്ങളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തി. ഈ 5-ാം ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയ വേദനകൾ ഏറ്റെടുക്കാം. നമുക്ക് വേണ്ടി ഈശോ കുരിശിലേറി മരിച്ചപ്പോൾ അതിന്റെ കഥന ഭാരങ്ങളൊക്കെ ഈ അമ്മയും സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഈ കുരിശു മരണത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ രക്ഷാകരമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, സഹിക്കുന്നവന്റെ ജീവിതത്തില്, അവന്റെ ഭവനത്തില് കർത്താവിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. അവൻ ഏറ്റെടുക്കുന്ന സഹനങ്ങളൊക്കെ രക്ഷാകരമായിട്ട് മാറുന്നു എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ രക്ഷാകര രഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കാം. അമ്മ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തില് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ നമ്മെ ആശ്വസിപ്പിക്കും. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ വിലയുള്ളതാണ്. അത് അനേകർക്ക് രക്ഷയായിട്ട് മാറും. അത് ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.